ആ മക്കളെങ്ങോട്ടാ? ഞങ്ങളൊന്ന് ബാങ്ക് വരെ പോയിട്ട് വരാമോ? തിരിച്ചു വരാൻ വൈകുവോ? അല്ല, രാത്രി കഴിക്കാൻ കാണുമെന്നറിയാനാ. രാത്രി കഴിക്കാൻ ഉണ്ടാവും. ഉറപ്പാണേ? ഉറപ്പ്. കഴിക്കാൻ നേരമാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങെത്തും. പോരെ? എന്റെ മരുമോള് പറഞ്ഞോണ്ട് ഞാൻ വിശ്വസിച്ചു. നിങ്ങളുടെ ബാംഗ്ലൂർ പോക്കിന്റെ കാര്യമൊക്കെ എന്തായി? അത് ഏതാണ്ട് എല്ലാം റെഡി ആയിട്ടിരിക്കും അമ്മേ. അതിന്റെ ഒരു ആവശ്യത്തിനും കൂടിയിട്ടാ ഞങ്ങളിപ്പോ ബാങ്കിൽ പോകുന്നത്. അമ്മ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഞങ്ങള് അമ്മയുടെ ഒരു കാര്യം ചോദിച്ചിരുന്നു, പക്ഷെ അമ്മ അതേപ്പറ്റി ഇതുവരെ ഒന്നും പറഞ്ഞില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി ശരി. വിവേകി, ബാംഗ്ലൂരിലെ ഈ ബിസിനസ് അതെന്റെ മാത്രമല്ല, നമ്മുടെ രണ്ടാളുടെയും സ്വപ്നമാണ്. നമ്മൾ സഫർ ചെയ്തൊക്കെ അതിനു വേണ്ടിയിട്ടാ. എനിക്കറിയാടോ, പക്ഷേ വിവേകി, ചില വീടുകളിലൊക്കെ നടക്കുന്ന പോലെ അമ്മ ഏതെങ്കിലും വീട്ടിലാക്കാനോ അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനെ നിർത്താനോ അല്ലല്ലോ ഞാൻ പറഞ്ഞേ. നമ്മുടെ കൂടെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാന്നല്ലേ. ഞാൻ നോക്കിക്കോളാം അമ്മേ, എൻ്റെ സ്വന്തം അമ്മയെ പോലെ. ഞാൻ ആകെ കൺഫ്യൂസ്ഡാണ്. ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാം. എനിക്കൊരു 2-3 ദിവസം കൂടെ സമയം എന്താ? സമയമൊക്കെ എടുത്തോ. നാളെ ഏതായാലും ബാംഗ്ലൂർക്ക് പോയേ പറ്റൂ. ഇനിയും വൈകിയ എല്ലാം കുളമാവും, അറിയാലോ. നാളെ തന്നെ പോകാൻ നോക്ക്. അവിടെ ചെന്ന് ഒന്നെല്ലാം സെറ്റാക്കി വരുമ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് വന്നേക്കാം. വിവേകി, ഈ കഥയിൽ തന്നൊരു വില്ലത്തെ ആക്കരുത് കേട്ടോ. ഏയ് നെവർ. എനിക്കറിഞ്ഞൂടേടോ തന്നെ. പിന്നെ ഇനിയും ബിസിനസ്സിൻ്റെ ഇത് വെച്ച് താമസിക്കണ്ട. ലെറ്റ് സ്റ്റാർട്ട്. ഇനിയും വൈകിയാൽ ശരിയാവില്ല. അതുകൊണ്ട് നാളത്തേക്ക് എന്നെ കയറിക്കോ. അമ്മേ, മക്കളിറങ്ങിയോ? അമ്മേ, ഇന്നലെ രാത്രി വരെ ഞാനും വിവേകം മാറി മാറി സംസാരിച്ചിട്ടും ഞങ്ങളുടെ കൂടെ ബാംഗ്ലൂർ വരുന്നതിനെ പറ്റി അമ്മ പോസ്റ്റായിട്ടൊരു തീരുമാനം പറഞ്ഞിട്ടില്ല. അല്ല മക്കളെ, നിങ്ങൾക്ക് ഒരുമിച്ച് പോയാൽ പോരെ? മോൾ എന്തിനാടി തന്നെ പോന്ന്? എന്താ അമ്മേ ഈ കാര്യം പറയുമ്പോഴൊക്കെ അമ്മ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നേ? ഒഴിഞ്ഞു മാറുന്നൊന്നുമല്ല. ഏതായാലും ഒരു നല്ല കാര്യത്തിന് പോവല്ലേ, മോൾ പോയിട്ടാ. അമ്മ, ഞാൻ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ആയി. പിന്നെ ഒറ്റയ്ക്കേ ഉള്ളൂ, ശ്രദ്ധിച്ചോണേ. അതെന്താടാ അങ്ങനെ ഒരു സംസാരം? അരെ ഞാൻ എന്താ കൊച്ചു കുട്ടിയാണോ? എനിക്കൊരു കുഴപ്പം വരത്തില്ല, പോയിട്ടോ. 2 ദിവസത്തിൽ വരണേ. ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇല്ല, 3 ദിവസം ICUലായിരുന്നു. ഇന്നിപ്പം റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കുഴപ്പമില്ലെന്നാ പറയുന്നത്. ഇവിടെ ആകെ തകിടം മറിഞ്ഞ് നടക്കുക. വിവേകം കൂടി വന്നാലേ എല്ലാം ശരിയാവും. എനിക്കറിയാം, പക്ഷെ ഇങ്ങനൊരു അവസ്ഥയിലായി പോയില്ലേ ഞാൻ. അത് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കേ. എടാ, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാ അമ്മയോട് ഇതൊക്കെ പറയുന്നേ? എനിക്ക് വരാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് വന്നേനെ, അറിയാലോ. ഏയ്, അതൊന്നും വേണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം.
2-3 ദിവസത്തിനകം ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറയുന്നത്. ഞാൻ അതല്ല പറഞ്ഞേ. ഇപ്പൊ അവിടെ നേഴ്സ് ഉള്ളതുകൊണ്ടും അമ്മ ICUലായിരുന്നുകൊണ്ടാ വിവേക് അത്രയും ബുദ്ധിമുട്ടറിയാത്തെ. ഡിസ്ചാർജായി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വിവേകിന് അമ്മയുടെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാ പറഞ്ഞേ. എന്നാലും വാടകയ്ക്ക് ഒരു ഹോം നേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ വെക്കണം. അമ്മ ഓക്കെ നമ്മുടെ കൂടെ വരാൻ സമ്മതിക്കുന്നവരെയും അവിടെ ഒരു ഹോം നേഴ്സ് ഉള്ളത് നല്ലതാ. എടാ ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാം. ഹലോ. സിസ്റ്റർ, ഞാൻ അമ്മയുടെ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വീട്ടിലോട്ട് വന്നതാ. ഒരു 10-15 മിനിറ്റ്, ഞാനിപ്പോൾ അങ്ങെത്തും. ശരി. ഹലോ. എന്നെ കാണാത്തോണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതാ. എന്നാ പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഞാൻ നിന്നെ വിളിച്ചോളാം. ഞാൻ ഹോം നേഴ്സിന്റെ കാര്യം പറഞ്ഞത് ഒന്ന് ആലോചിക്കണേ. അമ്മയും വിവേകും ഓക്കെയാണ്. ഞാൻ കുറച്ച് ഏജൻസികളുടെ നമ്പർ അയച്ചിട്ടുണ്ട്. വിവേക് ഒന്ന് വിളിച്ച് സംസാരിച്ചു നോക്ക. ശരി. പിന്നെ വിവേക്, ആരോഗ്യം ശ്രദ്ധിക്കണേ. മരുന്നൊന്നും മുടക്കല്ലേ. BP എപ്പോഴാ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒന്നാമത് ഉറക്കവും കുറവല്ലേ. ഇല്ലടോ, കുഴപ്പമില്ല. ഞാൻ മരുന്നൊന്നും മുടക്കിയിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി. അതൊക്കെ ഇവിടെ ഇരിക്കണം. സാറേ, ഇതൊക്കെ എവിടെ വെക്കണ്ട? ഫസ്റ്റ് ലെഫ്റ്റിലോട്ട് വെച്ചാ, ആ റൂമിലോട്ട് വെച്ചാ. അമ്മ, ഇതുകൊണ്ട് ഞാനും നിഷയെ അമ്മ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. അമ്മ നല്ലോണം ചിന്തിച്ചിട്ട് ഞങ്ങളോട് ബാംഗ്ലൂർ വാ. അവിടെ അമ്മ ഓക്കെ ആയിരിക്കും. അത് മാത്രമല്ല, ഇന്നലെ ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷമായിരുന്നൊരു ദിവസമായിരുന്നു. നിഷ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവള് പ്രഗ്നന്റാണ്. ഈ സമയം ഞാൻ അവളോടൊപ്പം വേണ്ടേ അമ്മ? ഇങ്ങനെയുള്ള സമയം അമ്മയെ ഞങ്ങൾ ഇവിടെ ആക്കിയിട്ട് അങ്ങ് പോയാൽ ഞങ്ങൾക്ക് ഒരു സ്വസ്ഥത ഉണ്ടാകത്തില്ല. സാറേ, അമ്മേനൊന്ന് മുറിയിലേക്ക് കിടത്തുവോ? ഹോസ്പിറ്റലിൽ നിന്ന് വന്നാലേ അപ്പൊ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് മേലൊക്കെ തുടക്കാന്ന് വെച്ചിട്ടാ ചൂടുവെള്ളത്തിലെ. കിച്ചൺ റൈറ്റിലാണ്. പിന്നെ ടവലൊക്കെ ടവല് റൂമിന്റെ അകത്തുണ്ട്. അമ്മേനൊന്ന് കിടച്ചു. ശരി, ഞാൻ എടുത്തു. അമ്മ, നമുക്ക് റൂമിലോട്ട് പോവാം. കഴിക്കുവാനിമ്മ, എത്ര നേരമായി ഞാൻ പറഞ്ഞോണ്ടിരിക്കും കഴിച്ചൂടെ? ഇതാരോടെ ഈ മൂക്കൊക്കെ കുത്തിക്കാട്ടിരിക്കണത്? അയ്യോ, ആരാ പോന്നെ? ഭവാനിയമ്മയുടെ പോലെ തന്നെ ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഇരിക്കണ ആരോ? ഓ, ഇത് ശരീരം മാത്രാണോ? മനസ്സ് നടന്നു പോണേണ്ട. എന്തെങ്കിലും കഴിച്ചാ ആ മനസ്സങ്ങനെ നടന്നു പോകുന്ന പോലെ നമുക്ക് നമ്മുടെ ഈ ശരീരവും വെച്ച് നല്ല മലഞ്ചെരുവിൽ കൂടെ നല്ല പച്ച പുൽത്തൈടി ഇങ്ങനെ വിരിച്ച് കിടക്കുന്ന ഈ എന്താ പറയുക തുഷാര ബിന്ദുക്കളൊക്കെ ഇങ്ങനെ മുട്ടിട്ട് നിൽക്കുന്ന പുൽക്കൊടികളില്ലേ, തുഷാര ബിന്ദുക്കളും മുട്ടിട്ട് നിൽക്കുന്ന. അപ്പൊ വായിൽ നാവുണ്ടല്ലോ എന്തെങ്കിലും വർത്താനം പറയാനായിട്ട്. ഇത്ര നേരം എന്തൊരു ഇരിക്കണ്ടായിരുന്നത്? കുറെ നേരമായല്ലോ. എന്റെ മുഖം ഇങ്ങനെയാണ്. ശരി, എന്തെങ്കിലും ഒന്ന് കഴിക്കോ? ഞാൻ എത്ര നേരമായി പറഞ്ഞുകൊണ്ടിരിക്കണു. മലവെള്ള പാച്ചില കഞ്ഞിയാണത്. ഞാൻ വാരിത്തരാം. ഒന്ന് വാ.
ആ ആ ഞാനല്ല പ്ലീസ്. വായ അങ്ങോട്ട് തുറക്കുന്നു. ഇത് ഇത്ര വലിയ ആളെ വായിൽ കുത്തി കയറ്റാൻ പറ്റുമോ എനിക്ക്? വായ തുറന്നേ. നീ കുത്തി കയറ്റാൻ നിങ്ങൾ വാ. നീ കുത്തിക്കല്ലേ, വെറുതെ പറഞ്ഞതാ. ആ ആ ആ ആ ആ അമ്മമ്മ ആ എന്തെങ്കിലും ഒന്ന് ആ ഓ ചാണകം ചവിട്ടിയ പോലെ മുഖം ഇരിക്കണേ. ഞാൻ കഴിച്ചോണ്ട് വേണം ഞാൻ ഇല്ല, ഞാൻ കഴിച്ചോളാം തന്നെ. എന്നാ കഴിച്ചോ. ഞാൻ രോഗിയായിട്ട് ഇങ്ങനെ അങ്ങ് തളർന്ന് കിടക്കുവാണ്. ഇത്ര ആരും കഴിച്ചില്ലല്ലോ, ഉണ്ടല്ലേ? ആ കഴിക്കാൻ പോയിട്ട്. അല്ല അച്ചാറോ ചമ്മന്തി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റാ. കഴിച്ചോ. ആ മുഖത്തിന്റെ ഷേപ്പ് ഒന്ന് മാറ്റാ ആദ്യം തന്നെ. ചിരിച്ചേ. ആരോട് പറയാ, ആര് ചിരിക്കാൻ? ഓ ചിരിച്ചോ അങ്ങോട്ട്. ഈഗോ അങ്ങോട്ട് പൊട്ടിപ്പൊളഞ്ഞ് വീഴൊന്നുമില്ല. എന്തൊരു ഈഗോയിസ്റ്റിക് ആണ് എന്റെ പൊന്നോ. നേരത്തെ വന്ന ചിരി എവിടെ പോയി ഭവാനിയമ്മ? നേരത്തെ വന്ന ചിരി എവിടെ പോയി? നാല് 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 1 2 3 4 എന്ത് 4 4 4 കണ്ണു കാണാൻ പാടില്ല. 4 1 2 3 4. അയ്യോ 3 വീണത്. കള്ളക്കളി കള്ളക്കളി. ഇവിടെയാണ് ഇരിക്കേണ്ടത്. 1 2 3 ഇവിടെയാണ് ഇരിക്കേണ്ടത്. 4 ആയിരുന്നു വീണത്. 3 വീണിട്ട് എനിക്ക് കണ്ണിന് ഒരു കുഴപ്പമില്ല. 4 വീണു, 4 വെച്ചു. ഞാൻ നോക്കിക്കൊണ്ട് നിന്നത്. ഇങ്ങോട്ട് തിരിച്ചു നോക്കുന്ന പിന്നെ കളി ബോർഡിലേക്ക് നോക്കണ്ടേ? ഇതല്ലേ ആള് കള്ളക്കളി. എനിക്ക് കള്ളക്കളി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ഞാൻ കണ്ടു. അല്ല ഇപ്പൊ 4 ഇരുന്ന ഇപ്പൊ എന്തോ കുഴപ്പം? 3 എന്താ കുഴപ്പം? 4 വീണ 3 ഇരുന്നാ പറ്റത്തില്ല. 4 തന്നെ ഇരിക്കും. 3 വീണിട്ട് 4 കഴിഞ്ഞ് 5ലേക്കാണ് വെക്കുന്നത്. ഞാൻ സമ്മതിക്കില്ല. പിന്നെ സമ്മതിക്കണ്ട. കള്ളക്കളി അവിടെ കിടക്കട്ടെ. കള്ളക്കളി ഇനിയിപ്പൊ ഞാൻ അത് എടുക്കണോ? പിന്നെ എടുക്കണ്ട. ഞാൻ കുനിഞ്ഞെടുക്കും. എന്നെ നോക്കാൻ വന്നയാളല്ലേ, കുനിഞ്ഞെടുക്ക. അത് കൊള്ളാം. നടുവയ്യാത്ത ഞാൻ വേണം എടുക്കാൻ. ഭവാനമ്മയാണെങ്കി ഇപ്പൊ ഇങ്ങനെ പറയേ, അയ്യോ എനിക്ക് വയ്യേ മോളെ. അല്ല എങ്ങനെയല്ലേ പറയാ എന്റെ അടുത്ത്? ബാ കളിക്കിങ്ങോട്ട്. ഞാനില്ല. എനിക്ക് കള്ളക്കളി കളിക്കുന്നവരുടെ കൂടെ ഒന്നും എനിക്ക്. ദൈവമേ, ആരെ കള്ളക്കളി കളിച്ചത്? ഭവാനമ്മയാണ് കള്ളക്കളി കളിച്ചത്. ഒരു പ്രാവശ്യം കൂടെ കള്ളക്കളി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം കിണറ്റിക്കൊണ്ടിടും പറഞ്ഞേക്കാം. ഇടോ ഭവാനമ്മ ഇടോ? ചിലപ്പോ വേണ്ട. ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞത് സത്യമാണല്ലോ അല്ലേ? ചേട്ടാ കാണിച്ചെന്നേ. നമ്മൾ കാണിക്കുന്ന ഡോക്ടറില്ലേ, ആ ഡോക്ടറിനെ വിളിച്ച് സംസാരിച്ച് ഡോക്ടർ പറഞ്ഞ ഹോസ്പിറ്റലിൽ തന്നെ പോയേ. വിശ്വാസമായോ? ശരിക്കും പറഞ്ഞ ഈ സമയത്ത് ഞാൻ നിന്റെ അടുത്തുണ്ടാവണമല്ലേ? അമ്മയുടെ കൂടെയും വേണ്ടയല്ലേ? വിവേക് വിഷമിക്കാതെ. ഇപ്പോ എനിക്ക് മാനേജ് ചെയ്യാവുന്ന പ്രശ്നങ്ങളെ എവിടെയുള്ളൂ. അമ്മ ഓക്കെ ഉടനെ വിവേക് അമ്മയും കൂട്ടി വരാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ പിന്നെ പുതിയ ഹോം നേഴ്സ് എങ്ങനെയുണ്ട്? അവള് കുഴപ്പമില്ല. അമ്മയെ നോക്കുന്നുണ്ട്. അമ്മയ്ക്കും പിന്നെ അവളെ വലിയ കാര്യം തന്നെയാ. അത് നന്നായി. ശരി എന്നാ നീ കിടന്നോ. അന്ന് രാവിലെ എണീക്കാനുള്ളതല്ലേ? ഓക്കെ, ഗുഡ് നൈറ്റ്. എന്നിട്ട് രാംകുമാറിന്റെ ഫ്രണ്ടിനോടുള്ള കാര്യം കൊണ്ട് പറഞ്ഞു. ആ രാംകുമാറിന്റെ ഫ്രണ്ടിന്റെ പേര് അനു എന്നാണ്. അനു എന്നിട്ട് അവസാനം ഒരു ഫ്ലൈറ്റ് പിടിച്ചങ്ങോട്ട് പോകും. എടി വച്ചേ, നീ രാമായണത്തിന്റെ കഥയും പേരും മാറ്റി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തില്ലെന്ന് വിചാരിച്ചാ? മനസ്സിലായില്ലേ? ശ്രീരാമൻ രാംകുമാർ, ഹനുമാൻ അനു, പിന്നെ നിന്റെ പേര് സീത എന്നല്ലേ? ചമ്മണ്ട. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കയ്യില്? പോരട്ടെ. വേറെ അമ്മ അന്ന് നിങ്ങളുടെ ഏജൻസിയിലെ മാനേജറെ പരിചയപ്പെട്ടില്ലേ? ഓ മൊരടൻ. മറ്റേ ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. എന്നോട് പറയാണേ. ഭവാനിയമ്മയുടെ കാര്യങ്ങൾ ഇനി സീത നോക്കിക്കോളൂ.
സീതേ ഭവാനി അമ്മയെ നോക്കിക്കോളും കേട്ടോ. ഇങ്ങനല്ലേ എന്നിട്ട് ദാ ഭവാനി അമ്മയുടെ കുടിപ്പിക്കൂ. എന്നിട്ട് അയാളുടെ തലയിൽ ആകെ 3, 4, 7 മുടി ഉണ്ടായിരുന്നേ. ആ മുടിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മറ്റേ വട്ടത്തിലൊരു ചീർപ്പില്ലേ, അതെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കോന്തല് കാണാം. എന്തിനാണോ എന്തോ. അതാ ഞാനും ആലോചിച്ചു, ഇനി മാത്രം കോന്താൻ എന്തായിരിക്കും. അയാളെന്തോ പോകുന്ന സമയത്ത് എന്തോ ഉറക്കത്തിന്റെ കാര്യം. ആ അതാ ഞാൻ പറയാൻ വന്നത്. അയാള് പറയാണേ, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു കഴിഞ്ഞാൽ ഭവാനി അമ്മേനെ കെടുത്തി ഉറക്കണം. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ ഭവാനി അമ്മേനെ കെടുത്തി ഉറക്കണം. ചായ കുടിച്ചു കഴിഞ്ഞാൽ ഭവാനി അമ്മേനെ കെടുത്തി ഉറക്കണം. ഫുൾ ടൈം അമ്മേനെ ഞാൻ പിടിച്ച് ഉറക്കണം എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾക്ക് എന്നെ 24 മണിക്കൂർ ഓർക്കണം. മാങ്ങാ തലേ അല്ല, തിന്നുക ഉറങ്ങുക, എണീക്കുക, തിന്നുക ഉറങ്ങുക. അത് തന്നെ അയാളെ സംസാരിക്കുന്നത് തന്നെയല്ലേ ഞാൻ കറക്റ്റ് അല്ലേ കാണിച്ചത്? അപ്പൊ എനിക്ക് കഴിവില്ലേ? അത്രയ്ക്ക് പോരാ, എന്തേലും ആവട്ടെ. അതേ മരുന്ന് കഴിക്കണ്ടേ? ആ അത് പറഞ്ഞപ്പോ എന്തൊരു മുഖത്തൊരു വാട്ടം. ഞാൻ പോയി കഴിച്ച് എടുത്തിട്ട് തരാട്ടാ. മാടി പോയിട്ടോ അമ്മ. ഭയങ്കര ചൂടല്ലേ, നന്നായിട്ട് ഒഴുക്കി വെള്ളം. ഇതെല്ലാം ഞാൻ ചെയ്തോണ്ടിരുന്ന ഇപ്പൊ ഞാൻ ഉണ്ടല്ലോ. വിവേക് സാറ് പറയണേട്ടെ, നാളെ മറ്റന്നാള് ബാംഗ്ലൂർ പോകുന്ന കാര്യം. അപ്പൊ അമ്മേനെയും കൊണ്ടുപോണ കാര്യമൊക്കെ പറയണ്ടായിരുന്നു. ശരിക്കും അമ്മ എന്താ പോവാത്ത? പോയിക്കൂടെ? ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. ദേ ഈ ചെടിയില്ലേ, ഈ നിൽക്കുന്ന ചെടി, അത് നമ്മൾ ഇവിടുന്ന് എടുത്തു മാറ്റി പറിച്ചിട്ടേ അവിടെ ആ വാഴയുടെ അപ്പുറത്ത് കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കാം? ചെടിക്ക് എന്ത് പറ്റും? അതിപ്പോ അതിന്റെ വേരൊക്കെ ഇങ്ങനെ ഇറങ്ങി നിക്കായിരിക്കില്ലേ? തീർച്ചയായിട്ടും. ആ അപ്പൊ എങ്ങനെയാ? ആ വേരൊക്കെ കണ്ടിച്ച് മൊത്തത്തിലേ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി ദേ അവിടെ വെക്കാൻ പോവാ. എന്താ പറ്റുന്ന ചെടിക്ക് അത് പറ. എന്ത് പറ്റുമായിരിക്കും? കൂടിയെന്ന് 2 ദിവസം സർവൈവ് ചെയ്യായിരിക്കും, പിന്നെ കടവൊഴുകി വീഴും അല്ലേ? 2 ദിവസം കഴിയുമ്പോഴത്തേനും മറിഞ്ഞു വീഴുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അതേന്ന് പിന്നീട് ഒരു പൂവോ ഒരു കായോ ഒരു ഫലമോ ഒന്നും കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. സമ്മതിക്കുന്ന? നീ അതവിടെ ഇട്ടിട്ട് വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞ മുത്തുമാലയില്ലേ, ഇതുപോലെയാന്ന് എനിക്ക് തോന്നാറുണ്ട്. കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് കാലപ്പഴക്കമൊക്കെ ആവുമ്പളേ ഈ മുത്തിൻ്റെയൊക്കെ കളറ് മങ്ങും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുന്ന് ചിലപ്പോൾ 1-2 പൊട്ടിപ്പോയെന്നിരിക്കും. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കുള്ള കമ്പിയോ ചരടോ ഒക്കെ ഇല്ലേ, ഈ മുത്ത് കോർത്തിരിക്കുന്നത്, അത് മാത്രം ചിലപ്പോൾ നിലനിന്നിരിക്കും. അതൊക്കെ ഭവാനിയമ്മയ്ക്ക് വെറുതെ തോന്നണതാ, മനസ്സിലായ? ഈ ഓൾഡ് മാലിക്കേ നല്ല സ്ട്രോങ്ങാ. ഇതിന്റെ നൂലും മുത്തും ഒക്കെ ഡബിൾ സ്ട്രോങ്ങാ, മനസ്സിലായ? അങ്ങനൊന്നും പൊട്ടത്തില്ല. പറയുന്നവർക്കേ പറയാൻ നല്ല എളുപ്പമാ. പക്ഷെ അത് സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. പറിച്ചു നടലിന്റെ സംസാരിച്ചില്ല നിഷ. സംസാരിച്ചിട്ടും കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നണില്ല. എടോ, അമ്മ ഈ വീട് വിട്ട് ഒരിടത്തും വരാൻ പോണില്ല. ഇനിയിപ്പോൾ നമ്മൾ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയിരുന്നാലും അമ്മ അവിടെ ഒന്നും ഹാപ്പി ആയിരിക്കത്തില്ല. ചിലപ്പം അമ്മയ്ക്ക് ഈ വീട് ചുറ്റിപ്പറ്റി കുറെ നല്ല ഓർമ്മകളുണ്ടാവും. അത് ചിലപ്പോൾ അച്ഛൻ്റെ ആവാം. നോക്കട്ടെ, ഇവിടെ ഇപ്പം അമ്മയെ നോക്കാൻ വന്നില്ല നേഴ്സ് കുട്ടി സീത എന്ന് പറയുന്നത്. ആ കുട്ടിയായിട്ട് അമ്മ നല്ല ടേംസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ അമ്മയെ നോക്കുന്ന കാര്യം. അവള് എതിർപ്പൊന്നും പറയാൻ ചാൻസ് ഇല്ല. ഞാനൊന്ന് സംസാരിക്കട്ടെ.
എന്നിട്ട് പറയാം. ഓക്കെ, ശരി. ഇതെന്തോ കുഞ്ഞ്, ഇത് ചെരിഞ്ഞിരിക്കുന്ന പേരമരോ? ഇങ്ങോട്ട് ചെരിഞ്ഞാണോ ആ ചെരിഞ്ഞായിരിക്കുന്നെ. കൈ കഴിക്കോ? മതി ചെയ്തത്, ഞാൻ ചെയ്തോ. മണ്ണിടണ്ടേ കുറച്ചുകൂടെ? ഞാൻ ഇട്ടോളാം, എണീച്ചോ. ഓ, മേലനങ്ങാറായപ്പോഴേക്കും എന്തൊരു അഹങ്കാരാണ്. കിളി പറയൂ വയ്യ എനിക്ക്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഇന്നെന്റെ ബർത്ത്ഡേ അല്ലല്ലോ. അതിനെന്താ ഇന്ന് ആഘോഷം? എന്താ കഷ്ടമുണ്ട് ഈ ചെടി വെച്ചിട്ടാണ് എന്റെ മുഖത്ത് ബർത്ത്ഡേ ഹാപ്പി ആഘോഷിക്കുന്നത്. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനി ഞാൻ കുളിക്കണ്ടേ? സൂപ്പർ ആണോ? വേണ്ട വേണ്ട വേണ്ട, സൂപ്പറാ. എനിക്ക് നടക്കാൻ, ഞാൻ കട്ടിച്ച് നടക്കാൻ തുടങ്ങി. ആണല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. തേക്കട്ടെ തേക്കട്ടെ തേക്കട്ടെ. അമ്മ, അമ്മ പറയാൻ പോണ ഉത്തരം എന്താണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ചോദിക്കുക, എൻ്റെ കൂടെയും നിഷയുടെ കൂടെയും അമ്മയ്ക്ക് എപ്പോഴെങ്കിലും വന്നൊന്ന് നിന്നൂടെ? അമ്മ ഇപ്പൊ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നാലും ഞാൻ റെഡിയാ. ഞാൻ വരാം ഇപ്പൊ. പക്ഷെ എങ്ങനെയാ വരാ? ഇപ്പൊ എനിക്കൊരു മകൻ മാത്രല്ലോ ഉള്ളത്, ഒരു മകളും കൂടി ഇല്ലേ. ഇവളെന്നെ പൊന്നുപോലെ ഒരു ബുദ്ധിമുട്ടും കൂടാൻ നോക്കിക്കോളൂ. നീ ധൈര്യമായിട്ട് പോ. അമ്മ വരും. എങ്കിലേ നമുക്കൊരു ഫാമിലി ഫോട്ടോ എടുത്താലോ? അതിനെന്താ? വാ മോളെ, വാ. ആ ഫാമിലി, നീ വാ. അങ്ങനെ വേണ്ടേ? പോയി വാ മമ്മി. അമ്മേ, അമ്മോസ്, അമ്മേ. അത് ശരി, നല്ല ഉറക്കം കിട്ടണമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ ഉറങ്ങണം എന്നല്ല അതിന്റെ അർത്ഥം കേട്ടോ. ചായ കുടിക്കേ. ഇനി ചായ കുടിച്ചിട്ട് ഉറങ്ങാം നമുക്ക്. ഇതിപ്പോ 24 മണിക്കൂർ ഉറക്കം തന്നെയാണല്ലോ. അമ്മേ, ചായ കുടിക്കേ. വാ. അമ്മേ, അമ്മേ. അമ്മേ, മറിഞ്ഞു വീഴുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അതേന്ന് പിന്നീട് ഒരു പൂവോ ഒരു കായോ ഒരു ഫലമോ ഒന്നും കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. ഇപ്പൊ എനിക്കൊരു മകൻ മാത്രമല്ല ഉള്ളത്, ഒരു മകളും കൂടി ഇല്ലേ. ഇവളെന്നെ പൊന്നുപോലെ ഒരു ബുദ്ധിമുട്ടും കൂടെ നോക്കിക്കോളൂ.
സാറ് അമ്മ